കൊട്ടിയൂരിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം സമാന്തര റോഡിന്റെ വീതി കുറവ്. കൊട്ടിയൂർ ഉത്സവകാലത്തെ സമാന്തര റോഡിന്റെ പ്രസക്തിയെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം PMGSY ചീഫ് എഞ്ചിനീയർക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും റോയ് നമ്പുടാകം പറഞ്ഞു. വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തജന തിരക്ക് വർദ്ധിച്ചതോടെ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് കൊട്ടിയൂർ. 8 മീറ്റർ വീതിയുണ്ടായിരുന്ന സമാന്തര റോഡ് പ്രധാനമന്ത്രി ഗ്രാമസഡക്ക് യോജനയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചപ്പോൾ 3.75 മീറ്റർ വീതിയിൽ മാത്രമാണ് ടാറിംഗ് നടത്തിയത്. ഇതുമൂലം വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. 2 ദിശയിലേക്ക് വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകില്ല. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഒരേ സമയം കടന്നുപോകാൻ സാധിക്കുക. ഇത് സംബന്ധിച്ച് കൊട്ടിയൂർ ഉത്സവകാലത്തെ സമാന്തര റോഡിന്റെ പ്രസക്തിയെക്കുറിച്ച് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം PMGSY ചീഫ് എഞ്ചിനീയർക്ക് അടക്കം കത്ത് നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് റോയ് നമ്പുടാകം പറഞ്ഞു. കൊട്ടിയൂർ പഞ്ചായത്തിലെ വൈശാഖ മഹോത്സവം നടക്കുമ്പോൾ സമാന്തര റോഡിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങൾ പലവട്ടം ചീഫ് എഞ്ചിനീയർക്ക് അടക്കം കത്ത് കൊടുത്തിരുന്നു. ഈ കത്ത് കൊടുത്തിട്ടൊക്കെ അവർ പറയുന്ന ഒരു ഉത്സവകാലം മാത്രമല്ലേ ഉള്ളെന്നുള്ള രീതിയിലാണ് ചീഫ് എഞ്ചിനീയർ അടക്കം പറയുന്നത്. സത്യത്തിൽ ഈ നാട്ടിലെ ബ്ലോക്ക് എന്നാണെന്ന് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് 8 മീറ്റർ റോഡാണ് PMGSYക്ക് കൊടുത്തിരിക്കുന്നത്. ആ PMGSY റോഡ് 8 മീറ്ററിൽ 7 മീറ്ററും ടാറിങ് ചെയ്ത് കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതരുടെ അടുത്ത് ഉണ്ടാകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാറുള്ളത്. ഉത്സവം ആരംഭിച്ചതു മുതൽ വലിയ ഗതാഗത കുരുക്കിനാണ് മലയോര മേഖല സാക്ഷ്യം വഹിച്ചത്. 8 മീറ്റർ വീതിയുള്ള റോഡിന്റെ 7 മീറ്ററും ടാർ ചെയ്ത് നൽകണമെന്നാണ് കൊട്ടിയൂർ പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. കൊട്ടിയൂരിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.